നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന രാജ്യം ഏതാണ്? അത് ചൈനയാണ് കേട്ടോ. ചൈന ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന അല്ലെങ്കിൽ മത്സ്യോൽപാദനമുള്ള രാജ്യം ഏതാണ്? ചൈനയാണ്. ഓക്കെ, രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ്. ഒന്നാം സ്ഥാനം ചൈനയ്ക്കും രണ്ടാം സ്ഥാനം ഇന്ത്യക്കുമാണ്. ഒന്ന് ആലോചിച്ച് വെച്ചേക്ക് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മത്സ്യോൽപാദനം നടക്കുന്നത് എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം അല്ലെങ്കിൽ മത്സ്യോൽപാദനം നടക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ ലോകത്ത് ചൈന, രണ്ടാം സ്ഥാനം ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യോൽപാദനം നടക്കുന്നത് ഏത് ജില്ലയിലാണെന്ന് വെച്ചാൽ അത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യോൽപാദനം നടക്കുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ല. ഓക്കെ ആണല്ലോ. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. കേരളം. ഓക്കെ, ഇനി മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ജില്ല എന്ന് വെച്ചാൽ അത് ആലപ്പുഴ പറയാം കേട്ടോ. മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ്. ആലപ്പുഴ. ഓക്കെ, മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ജില്ല ആലപ്പുഴ. മത്സ്യത്തൊഴിലാളികൾ കുറവുള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് വയനാടാണ്. വയനാട്. മത്സ്യത്തൊഴിലാളികൾ കുറവുള്ള ജില്ല ഏതാണ്? അത് വയനാടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യോൽപാദനം നടക്കുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് ഏതാണ്? എറണാകുളമാണ്. എറണാകുളം. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? എറണാകുളമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യോൽപാദനം നടക്കുന്ന ജില്ല അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ജില്ല എന്നൊക്കെ ചോദിച്ചാൽ ഏത് പറയാം? നമുക്ക് ആലപ്പുഴ പറയാം. എന്നാൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ള ജില്ല ഏതാണ്? എറണാകുളം. ഇനി കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് അരൂരാണ്. അരൂർ. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് എവിടെയാണ് നിലവിൽ വന്നത്? അത് അരൂറാണ്. അരൂർ. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? അത് കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി. ഓക്കെ, അപ്പം ബയോമെട്രിക് കാർഡ് സംവിധാനം ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്കാണ് അരൂർ. മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? അത് കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി. ഓക്കെ, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏതാണ്? ചെമ്മീനാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏതാണ്? അത് ചെമ്മീനാണ്. ചെമ്മീൻ. എന്നാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം ഏതാണെന്ന് വെച്ചാൽ അത് മിസ് കേരളയാണ്. മിസ് കേരള. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം ഏതാണ്? മിസ് കേരളയാണ്. മിസ് കേരള. ഓക്കെ ആണല്ലോ. നമുക്ക് മത്സ്യത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി കേട്ടോ. ഇക്തിയോളജി. അതും കൂടെ ഈ കൂട്ടത്തിൽ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇക്തിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മത്സ്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. പിന്നെ മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവമാണ് നീല വിപ്ലവം. ഏതാണ്? നീല വിപ്ലവം. മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവമാണ് ഏത്? നീല വിപ്ലവം. അല്ലെങ്കിൽ നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതും കൂടി ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, ഇനി മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയ പ്രാചീന കേരളത്തിലെ തിണ ഏതാണെന്ന് വെച്ചാൽ അത് നെയ്തലാണ്. നെയ്തൽ. മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയിരുന്ന പ്രാചീന കേരളത്തിലെ തിണ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് പറയാം? അത് നെയ്തലായിരുന്നു. നെയ്തൽ വിഭാഗത്തിലുള്ളവരാണ്, നെയ്തൽ പ്രദേശത്തുള്ളവരാണ് എന്ത് ചെയ്തിരുന്നത്? മത്സ്യബന്ധനം ഒരു ഉപജീവന മാർഗമാക്കിയിരുന്നത്. അതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. എവിടെയാണ് മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം? മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. 1984 മത്സ്യഫെഡ് രൂപീകൃതമാകുന്നത്. 1984 തിരുവനന്തപുരം ആസ്ഥാനമായിട്ടാണ് മത്സ്യഫെഡ് രൂപീകൃതമാകുന്നത്. മത്സ്യഫെഡ് എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ്? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻ്റ് ആണ് മത്സ്യഫെഡ് എന്നറിയപ്പെടുന്നത്. 1944 മാർച്ച് 19 തിരുവനന്തപുരത്ത് സ്ഥാപിതമാകുന്നത്. ആലോചിച്ച് വെച്ചേക്കാം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി. മത്സ്യഫെഡ് തിരുവനന്തപുരം.
ഓക്കെ ആണല്ലോ. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും കേരള ഫിഷറീസ് കോർപ്പറേഷനും എവിടെ തന്നെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ്. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും കേരള ഫിഷറീസ് കോർപ്പറേഷനും എവിടെ തന്നെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ്. സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് കൊച്ചിയിലാണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് കൊച്ചിയിലാണ്. മത്സ്യഫെഡ് എവിടെയാണ്? തിരുവനന്തപുരം. അപ്പം തിരുവനന്തപുരത്ത് എന്തിൻ്റെയൊക്കെ ആസ്ഥാനങ്ങളുണ്ട്? മത്സ്യഫെഡിൻ്റെ ആസ്ഥാനമുണ്ട്, കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആസ്ഥാനമുണ്ട്, കേരള ഫിഷറീസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനമുണ്ട്. ഇത്ര എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. എന്നാൽ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് കൊച്ചിയിലാണ്. ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ. ഇനി കേരള യൂണിവേഴ്സിറ്റി ഓഫ് മറൈൻ സ്റ്റഡീസ് എവിടെയാണെന്ന് വെച്ചാൽ അത് കൊച്ചിയിലെ പനങ്ങാടാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് മറൈൻ സ്റ്റഡീസ് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? അത് കൊച്ചിയിലെ പനങ്ങാടാണ്. പനങ്ങാട്. ഇനി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണെന്ന് വെച്ചാൽ മത്സ്യപുരിയിലാണ്. കൊച്ചിയിലെ വെല്ലിംഗ്ടണിലുള്ള മത്സ്യപുരിയിലാണ് എന്തുള്ളത്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഉള്ളത്. ഓക്കെ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് കൊച്ചിയിൽ തന്നെയാണ് കേട്ടോ, കൊച്ചിയിൽ. അപ്പോൾ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. ഏതൊക്കെ ഉണ്ട്? മത്സ്യഫെഡ് തിരുവനന്തപുരം പറഞ്ഞല്ലേ, മത്സ്യഫെഡ് തിരുവനന്തപുരം, കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ഫിഷറീസ് കോർപ്പറേഷൻ തിരുവനന്തപുരം, പിന്നെ ഏതാണ്? സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് മറൈൻ സ്റ്റഡീസ് എവിടെയാണ്? കൊച്ചിയിലെ പനങ്ങാടാണ്. പിന്നെ ഏതാ പറഞ്ഞത്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചിയിലെ മത്സ്യപുരി, വെല്ലിംഗ്ടൺ മത്സ്യപുരിയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എവിടെയാണെന്ന് വെച്ചാൽ അത് കൊച്ചിയിലാണ്, കൊച്ചി. ഓക്കെ. മത്സ്യഫെഡിൻ്റെ വാർത്താപത്രിക അറിയപ്പെടുന്ന മത്സ്യ എന്നാണ് കേട്ടോ. മത്സ്യഫെഡിൻ്റെ വാർത്താപത്രിക അറിയപ്പെടുന്ന എന്താണ്? മത്സ്യ എന്നാണ്. പിന്നെന്താണ്? മത്സ്യഫെഡിൻ്റെ തന്നെ ഒരു എന്താണ് സംരംഭമാണ് അന്തിപ്പച്ച എന്ന് പറയുന്നത്. ഓക്കെ. മത്സ്യഫെഡിൻ്റെ ഒരു സംരംഭമാണ് ഏത്? അന്തിപ്പച്ച. എന്താ അന്തിപ്പച്ച? ഗുണമേന്മയുള്ള മത്സ്യങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു എന്താണ് സംരംഭമാണ് ഏതെന്ന് പറയുന്നത്? അന്തിപ്പച്ച. ഗുണമേന്മയുള്ള മത്സ്യങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഏതെന്ന് പറയുന്നത്? അന്തിപ്പച്ച എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മറൈൻ ആംബുലൻസ് ഏതാണ്? കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ മറൈൻ ആംബുലൻസ് ആണ് പ്രതീക്ഷ കേട്ടോ, പ്രതീക്ഷ. വിഴിഞ്ഞത്താണ് ഇത് കൊണ്ടുവരുന്നത്, പ്രതീക്ഷ. രണ്ടാമത്തെ മറൈൻ ആംബുലൻസ് വൈപ്പിനിൽ കൊണ്ടുവന്ന പ്രത്യാശയാണ്, വൈപ്പിനിലെ പ്രത്യാശ. മൂന്നാമത് വരുന്നത് ബേപ്പൂരാണ്, ബേപ്പൂരിലെ കാരുണ്യം. അപ്പം കേരളത്തിൽ മറൈൻ ആംബുലൻസുകൾ ഏതൊക്കെയാണ്? പ്രതീക്ഷ, പ്രത്യാശ, കാരുണ്യ എന്നിവയാണ് കേട്ടോ. പ്രതീക്ഷ, പ്രത്യാശ, കാരുണ്യ എന്നിവയാണ് എന്തെന്ന് പറയുന്നത്? കേരളത്തിലെ മറൈൻ ആംബുലൻസുകൾ. ആദ്യമായിട്ട് വരുന്നത് പ്രതീക്ഷയാണ് വിഴിഞ്ഞത്ത്, പിന്നെ പ്രത്യാശ വൈപ്പിൻ, പിന്നെ കാരുണ്യ ഏതാണ്? ബേപ്പൂർ. അപ്പോൾ ഓരോ സ്ഥലത്തും ഉള്ളത് ആലോചിച്ച് വെച്ചേക്കുക. പ്രതീക്ഷ എവിടെയുള്ളതാണ്, പ്രത്യാശ, കാരുണ്യ ഇതൊക്കെ എവിടെയുള്ളതാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ വർഷം എന്നാണ്? 1988. ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയത് എന്നാണ്? 1988. ആദ്യമായിട്ട് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയത് എവിടെയാണ്? കൊല്ലത്താണ്, കൊല്ലത്ത്. സുനാമി മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ് കേട്ടോ. ആദ്യത്തെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വരുന്നത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സുനാമി മ്യൂസിയം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് എവിടെയാണ്? അഴീക്കലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം അഴീക്കലാണ് വരുന്നത്. ആദ്യത്തെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം വരുന്നത് വിഴിഞ്ഞത്താണ്, വിഴിഞ്ഞം. മീൻപിടുത്തത്തിനിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ എന്ന് പറയുന്നത്. എന്താണ്? മീൻപിടുത്തത്തിനിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ എന്ന് പറയുന്നത്. ഓക്കെ. 2018 പ്രളയത്തെ തുടർന്ന് 177 മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിയത് കേരള കോസ്റ്റൽ പോലീസിലേക്കാണ്. കേരള കോസ്റ്റൽ പോലീസിലേക്ക് ഉൾപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളികൾ എത്ര പേരാണ്? 177 പേരാണ്. 2018 പ്രളയത്തെ തുടർന്നാണ് ഇവരെ എന്തിലേക്ക് ഉൾപ്പെടുത്തിയത്? കേരള കോസ്റ്റൽ പോലീസിലേക്ക് ഉൾപ്പെടുത്തിയത്. മത്സ്യബന്ധനം കാര്യക്ഷമമാക്കാൻ നോർവേയുടെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. മത്സ്യബന്ധനം കാര്യക്ഷമമാക്കാൻ വേണ്ടി നോർവേയുടെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ്. ഇത് 1953 ആരംഭിക്കുന്നത് കേട്ടോ. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് വന്ന വർഷം ഏതാണ്? 1953. ഇത് എവിടെയാണ് വന്നത്? നീണ്ടകരയാണ്. എവിടെയാണ്? നീണ്ടകര. മത്സ്യബന്ധനം കാര്യക്ഷമമാക്കാൻ നോർവേയുടെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ്. 1953 ആരംഭിച്ചു. എവിടെയാണ്? കൊല്ലത്തെ നീണ്ടകരയിലാണ്. ആലോചിച്ച് വെച്ചേക്കുക.
ഓക്കെ. കടലാക്രമണ സാധ്യതയുള്ള മേഖലയിലുള്ളവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് പുനർഗേഹം. കടലാക്രമണ സാധ്യതയുള്ള മേഖലയിലുള്ളവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? പുനർഗേഹം. അതായത് അവരെ അവിടെ നിന്ന് മാറ്റി താമസിച്ച് മറ്റൊരു പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുന്ന പദ്ധതിയാണ് ഏത്? പുനർഗേഹം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി. വനിതാ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? തീരമൈത്രിയാണ്. അപ്പോൾ തീരമൈത്രി, പുനർഗേഹം ഓർമ്മയുണ്ടല്ലോ. പുനർഗേഹം എന്ന് പറയുന്നത് കടലാക്രമണ സാധ്യതയുള്ള മേഖലയിലുള്ളവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പദ്ധതിയാണ് പുനർഗേഹം. തീരമൈത്രി ആകുമ്പോൾ വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് തീരമൈത്രി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ തീരമൈത്രി എന്ന പദ്ധതി ഞാൻ പറഞ്ഞല്ലേ, എന്താണ്? വനിതാ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണെന്ന് പറഞ്ഞു. അതെന്താണ്? അത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? തീരമൈത്രി എന്ന് പറയുന്നത്. അതുപോലെ സാമ്യമുള്ള മറ്റൊരു പദ്ധതിയാണ് തീരനൈപുണ്യ എന്ന് പറയുന്നത്. തീരനൈപുണ്യ എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള പെൺകുട്ടികൾക്ക്, അത് വനിതകൾക്ക് തന്നെയാണ്, പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് വിദഗ്ധ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? തീരനൈപുണ്യ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ വിദ്യരായ പെൺകുട്ടികൾക്ക് സ്വയം തൊഴിലിനായിട്ട് വിദഗ്ധ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? തീരനൈപുണ്യ എന്ന് പറയുന്നത്. മത്സ്യോൽപാദന മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. ഓക്കെ. മത്സ്യോൽപാദന മേഖലയിലെ സമഗ്ര വികസനം നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? മത്സ്യസമ്പദ് യോജന. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? മുറ്റത്തൊരു മീൻതോട്ടം. എന്താണ്? മുറ്റത്തൊരു മീൻതോട്ടം. ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം എന്ന പദ്ധതി. അപ്പോൾ പദ്ധതികൾ കുറച്ച് നമ്മൾ പറഞ്ഞു, ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തുറമുഖങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളണം. മത്സ്യബന്ധന തുറമുഖങ്ങളാണ് പറയുന്നത് കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങൾ. തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? വിഴിഞ്ഞവും മുതലപ്പൊഴിയും. തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? വിഴിഞ്ഞം, മുതലപ്പൊഴി എന്നിവയാണ്. കൊല്ലം ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. നമുക്കറിയാം അല്ലേ, നീണ്ടകര. കൊല്ലം ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകരയാണ്. ആലപ്പുഴയിലുള്ള മത്സ്യബന്ധന തുറമുഖങ്ങളാണ് അർത്തുങ്കൽ, ചെത്തി എന്നിവ. ഏതൊക്കെയാണ്? അർത്തുങ്കൽ തുറമുഖവും ചെത്തി തുറമുഖവും ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങളാണ്. ഓക്കെ ആണല്ലോ. തൃശ്ശൂർ ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങൾ. തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖമാണ് ചേറ്റുവ. ഏതാണ്? ചേറ്റുവ. തൃശ്ശൂർ ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖം ഏതാണ്? ചേറ്റുവയാണ്. ചേറ്റുവ. എറണാകുളം ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളാണ് മുനമ്പം, ചെല്ലാനം എന്നിവ. ഓക്കെ. മുനമ്പം, ചെല്ലാനം എന്നീ മത്സ്യബന്ധന തുറമുഖങ്ങൾ ഏത് ജില്ലയിലാണെന്ന് വെച്ചാൽ ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? താനൂർ, പൊന്നാനി എന്നിവ മലപ്പുറം ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളാണ്. ഓക്കെ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ളത് മുതലപ്പൊഴി, വിഴിഞ്ഞം. കൊല്ലം ജില്ലയിൽ നീണ്ടകര, ആലപ്പുഴ അർത്തുങ്കൽ, ചെത്തി, എറണാകുളം മുനമ്പവും പിന്നെ ഏതാണുള്ളത്? എറണാകുളത്തെ ചെല്ലാനവുമാണുള്ളത്. പിന്നെ തൃശ്ശൂരാണെങ്കിലോ ചേറ്റുവയുണ്ട്, ചേറ്റുവ. പിന്നെ മലപ്പുറം ജില്ലയിൽ വരുന്നതാണ് താനൂർ, പൊന്നാനി എന്നിവ. ആലപ്പുഴ ജില്ലയിലെ തുറമുഖങ്ങളാണ് അർത്തുങ്കൽ, ചെത്തി. ഇത്രയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. നമുക്ക് കോഴിക്കോട് ജില്ലയിലെ തുറമുഖങ്ങൾ ഏതാണെന്ന് നോക്കാം. മത്സ്യബന്ധന തുറമുഖങ്ങളാണ് ഏതൊക്കെയാണ്? ചെഞ്ചാറ്, പുതിയാപ്പ, പിന്നെ ഏതാണുള്ളത്? കൊയിലാണ്ടി, ചെമ്പാറാണ് കേട്ടോ. ചെമ്പാറ്, പുതിയാപ്പ, കൊയിലാണ്ടി തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ചെമ്പാറ്, പുതിയാപ്പ, കൊയിലാണ്ടി എന്നീ മത്സ്യബന്ധന തുറമുഖങ്ങൾ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? മാപ്പിളബേ, തലായി, അഴീക്കൽ തുടങ്ങിയവയെല്ലാം കണ്ണൂർ ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങളാണ്. മാപ്പിളബേ, തലായി, അഴീക്കൽ എന്നീ മത്സ്യബന്ധന തുറമുഖങ്ങൾ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമാണ് ചെറുവത്തൂർ കേട്ടോ. ചെറുവത്തൂർ എന്ന മത്സ്യബന്ധന തുറമുഖം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങൾ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഒരുവിധം എല്ലാ പോയിന്റുകളും കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആയിരുന്നു. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്